ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാട്ട വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ കൊണ്ട് തന്നെയാണ് ബോട്ടിൽ നിന്ന് ബോട്ടിലാട്ട് ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിലിന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലോ ഏത് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അക്രിലിക് പെയിൻറ്റ് ഏത് പെയിൻ്റ് ആണെങ്കിൽ ആ പെയിൻറ്റ് നിങ്ങൾ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കളറുള്ളൊരു ബോട്ടിൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത്, ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ബോട്ടിലാണ്. ബോട്ടിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോട്ടിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു മാർക്കിങ് ഇട്ടിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുകയാണ്. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിസേഴ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നോർമൽ സിസേഴ്സ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ മുകളിലോട്ട് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മൊത്തം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ്. ഈ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ മനസ്സിലുണ്ടാവും. മുകളിലോട്ട് ആ ബോട്ടിൽ വരുന്ന അത് മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ബേസ് ഭാഗം മാത്രം ഉണ്ടല്ലോ, അത് മാത്രം വെട്ടി. എന്നിട്ട് നോക്കുമ്പോൾ അതും ഒരു ഡിസൈൻ ഉണ്ടാവും. മിക്ക ബോട്ടിലുമേലും ഉണ്ടാവും താഴെ ഒരു ഡിസൈൻ. അങ്ങനത്തെ ബോട്ടിൽ വേണം കേട്ടോ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഡിസൈൻ ആ ബോട്ടിലിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്തിട്ട് അതുമേലത്തെ ആ ഡിസൈനിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കണം ഈ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മറ്റേ ബോട്ടിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിലോ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. ഇത് പക്ഷേ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ടിൽസോ അല്ലെങ്കിൽ താഴെ ഡിസൈനുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഈ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഗ്യാപ്പായിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതൊന്ന് നമ്മൾ സെപ്പറേറ്റ് ഗ്യാപ്പ് ഉണ്ടാവണം. അതായത് നമ്മൾക്കൊരു പെറ്റലൊക്കെ കിട്ടില്ലേ, ആ ഒരു ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന വിധത്തിൽ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ പറയുമ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിലും ചെയ്യുമ്പോൾ ഈസിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി അത് അവിടെ മാർക്കിങ്സ് എംബോസ്ഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഇടയിൽ ഗ്യാപ്പുകൾ വരുമ്പോൾ അവിടെ ഒന്ന് ചെറിയ ചെറിയ സ്ലിറ്റുകളിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളിത് ഓൾമോസ്റ്റ് എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതുപോലെ തന്നെ ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വലുതിനെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് ഉള്ളിലോട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കുക നമ്മളുടെ ഇതിൻ്റെ ഉൾഭാഗത്തെ ഭാഗമാണോ പുറം ഭാഗമാണോ നമ്മൾക്ക് കാണേണ്ട ഭാഗത്തോട്ട് നിൽക്കേണ്ടതെന്ന് കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മൾ ചെറുതും എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഇതിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും ചെയ്ത് കൊടുക്കാം. ആക്രിലിക് കളേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റും കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കളേഴ്സാണ് നിങ്ങൾ ബോട്ടിലിൽ നോർമലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ കളേഴ്സ് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളർ അതിന് കൊടുത്തിട്ടുണ്ട്. ഈ ചെറുതിനും ഞാനിപ്പോൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ബോട്ടിൻ്റെ പുറം ഭാഗത്തേക്ക് കാണുന്ന ഭാഗമാണ് ഞാൻ ഉള്ളിലോട്ട് വെച്ചിട്ടുള്ളത്. മറ്റേതിൻ്റെ ഉൾഭാഗമാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ചെറുതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ വേറൊരു കളർ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ബ്ലാക്ക് കൊണ്ട് ചെറിയ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് ടൂത്ത് പിക്കോ ചെറിയ പെയിൻറ്റോ പെയിൻറ്റ് ബ്രഷോ വെച്ചിട്ട് കുത്തി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊരു വൈറ്റ് ഡോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു റെഡ് കളറും കൂടെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചെറുത് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു ബ്ലാക്കും റെഡും കൂടെ കൂടി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം നമുക്ക്. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് ഗ്ലൂ ഇടുക. ചെറുതിൻ്റെ ബാക്കിൽ ഗ്ലൂ ഇട്ടിട്ട് ആ വലുതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. മുകളിലോട്ട് ചെറുത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായിട്ട് വന്നോളൂ കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ബോട്ടിലെടുക്കാം. ബോട്ടിലെടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്ലവറുമേ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് അങ്ങനെ താഴത്തോട്ട് ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഫ്ലവർ കാണുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളറ് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് അതിനൊരു സ്റ്റെമ്മും ലീഫും ഇതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതൊരു ലീഫ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അറിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആയാലും മതി. ഇതിപ്പോൾ വലിയ പാടൊന്നുമില്ല. പെയിൻറ് ഉണ്ടെങ്കിൽ ഈസിയാണ്. ഈ ഒരു പെയിൻറ്റിങ് പരിപാടിയാണ് ഈസി. കുറച്ചുകൂടെ വേഗം കഴിയും. കണ്ടോ, ലീഫ് ഇത്രയേ ഉള്ളൂ. ലീഫ് വരയ്ക്കാനും സ്റ്റെം വരയ്ക്കാനുമായിട്ട് ജസ്റ്റ് ആ ഒരു ഇങ്ങനെ ഷേപ്പ് ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് ചെയ്യുക. ഞാൻ വേറൊരു ബോട്ടിലാട്ടിൽ പേപ്പറിൽ എങ്ങനെയാണ് സ്റ്റെമ്മും ലീഫും കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഈസി ആയിട്ടെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പേപ്പർ കട്ട് ചെയ്തിട്ടായാലും എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ച പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, ബോട്ടിലിൻ്റെ ആ ഭാഗത്തൊന്നും കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അതിനൊരു വെറൈറ്റി ആർട്ടായിട്ട് ഞാൻ പിന്നീട് വരാം കേട്ടോ. അപ്പം ഞാൻ എന്താ കുറച്ച് ലീഫും ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് വേറെയും വേണമെങ്കിൽ വെക്കാം. നമ്മുടെ ബോട്ടിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. ഫുൾ ബണ്ടിൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ ഇങ്ങനെ മുകളിലോട്ട് വരച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇതിന് പകരമായിട്ട് നമ്മൾ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡിൽ കളർ ചെയ്തിട്ട് അങ്ങനെ ആയാലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റെംസ് വെച്ചിട്ട് ഫുള്ളായിട്ടൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് സ്റ്റെം വരച്ചിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു യെല്ലോ ബഡ് പോലെ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബഡിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതുകളൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. പെയിൻറ്റ് തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പേപ്പർ കട്ട് ചെയ്യാം, പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്യാം, ഇട്ടൊട്ടിക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബോട്ടിലായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരു അട്രാക്റ്റീവ് ലുക്കും ഉണ്ടാവും അത് ഉണങ്ങി കഴിയുമ്പോൾ. ഇതിന് പകരമായിട്ട് നമ്മളുടെ ത്രെഡിൽ കളർ ചെയ്തിട്ട്, അല്ലെങ്കിൽ വൂളുണ്ടല്ലോ, ഗ്രീൻ കളർ വൂള് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്രീൻ കളർ വൂൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പരിപാടി ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.